പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് ഇക്കണോമിക്സിൽ വരുന്ന ദേശീയ വരുമാനം, സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന ദേശീയ വരുമാനം എന്ന ടോപ്പിക് ഒന്ന് നോക്കാം. വളരെ രസകരമായ ചില കാര്യങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെ വളരെ രസകരമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളട്ടെ. പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ദേശീയ വരുമാനം. ദേശീയ വരുമാനം എന്നാൽ എന്ത്? ദേശീയ വരുമാനം കണക്കാക്കുന്ന വ്യത്യസ്ത മെത്തേഡുകൾ ഏതൊക്കെയാണ്? ദേശീയ വരുമാനം കണക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നതുകൊണ്ട് ലഭിക്കുന്ന മെച്ചം എന്താണ്? തുടങ്ങിയ വളരെ ചുരുക്കം ചില പോയിന്റുകളിലൂടെ മാത്രമാണ് ഈ ചാപ്റ്റർ കടന്നു പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയ വരുമാനം ഓർ നാഷണൽ ഇൻകം. അതെന്താണ് എന്ന് നോക്കുമ്പം നോക്കൂ, നാഷണൽ ഇൻകം. എല്ലാവർക്കും ഇൻകം എന്ന് പറയുന്ന വാക്ക് വളരെ സുപരിചിതമായിട്ട് ചെറിയ ക്ലാസ്സുകളിലേക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. വരുമാനം. ഇനി അത് ദേശത്തിൻ്റെതാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പം എന്താണ് ദേശീയ വരുമാനം എന്ന് നോക്കുമ്പം നോക്കൂ, ഒരു വീടിന് നമ്മൾ എടുക്കാതിരിക്കട്ടെ. നമുക്ക് ഒരു ജസ്റ്റ് ഒരു വീട് ആണ്. ഈ വീട്ടിലെ പലതരത്തിലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറെ പേരുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 4 പേരെ കൂട്ടുപിടിക്കുകയാണ്. ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്. ഈ 4 പേർക്കുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത്തെ ആള് ലാൻഡ് ലോഡാണ്, അദ്ദേഹത്തിന് ലാൻഡ് ഉണ്ട്. രണ്ടാമത്തെ ആള് ലേബർ ഉണ്ട്, ലേബർ മീൻസ് അയാൾ തൊഴിലാളിയാണ്. മൂന്നാമത്തെ ആള് ഓർഗനൈസർ ആണ്. ഓക്കെ, ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം. മൂന്നാമത്തെ ആള് ക്യാപിറ്റൽ, നാലാമത്തെ ആള് ഓർഗനൈസർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, പ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിംപ്ലി വി ക്യാൻ സേ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. എന്താണ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇൻപുട്ടിനെ ഓർ ഇൻപുട്സിനെ എന്താക്കി മാറ്റലാണ് പ്രൊഡക്ഷൻ? ഔട്ട്പുട്ടാക്കി മാറ്റലാണ് പ്രൊഡക്ഷൻ. ഓക്കെ, നോക്കൂ, ഉൽപാദനം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യമാണ്. ഉൽപാദനം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ ഓർ ഉൽപാദനം. ഇങ്ങനെയൊരു പ്രൊഡക്ഷൻ നടത്തുമ്പം ഇൻപുട്ടുകളെ പ്രധാനമായിട്ട് 2 ആയി തിരിക്കാം. ഒന്ന് പ്രൈമറി ഇൻപുട്ട്, മറ്റൊന്ന് സെക്കൻഡറി ഇൻപുട്സ്. നോക്കൂ, there are 2 important classifications for inputs. They are primary inputs and secondary input. If you want to know about primary inputs, these primary inputs are land, labor, capital and organization. Secondary inputs which comes under raw material and energy resources. Clear? നോക്കൂ, നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നാം പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഇൻപുട്ടുകളാണ് പ്രൈമറി ഇൻപുട്ടുകൾ. എന്തൊക്കെയാണ് പ്രൈമറി ഇൻപുട്ട് ഓർ ഇൻപുട്ട് എന്നതിന്റെ മലയാളം വാക്ക് നിവേശം എന്നാണ്. പ്രാഥമികമായ നിവേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓൾ ദീസ് തിങ്സ് ആർ ഹിയർ. ഈ പറഞ്ഞ എല്ലാം ഇവിടെയുണ്ട്. ലാൻഡ് ഉണ്ട് ഓർ ലാൻഡ് ലോഡ്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസർ ഉണ്ട്. ഇവരൊക്കെ ഉൽപാദന മേഖലയിലേക്ക് എൻഗേജ് ചെയ്യാണ്. ഉൽപാദന മേഖലയിലേക്ക് ജോലിക്കായിട്ട് ഉൽപാദന മേഖലയിലേക്ക് പോകാൻ തയ്യാറാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ലാൻഡ് ലോഡ്, ഒരു ഭൂമിയുള്ള ഒരാള് ആ സ്ഥലം ഉൽപാദനത്തിനായി കൊടുത്തു കഴിഞ്ഞാൽ, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് 1 ഏക്കർ സ്ഥലമുള്ള ഈ വിദ്വാൻ പറയുകയാണ്, എന്റെ ഈ സ്ഥലം നിങ്ങൾ എടുത്തോളൂ, കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് റിവാർഡാണ് കിട്ടുക? അതെ, ലാൻഡ് ലോഡിന് കിട്ടുന്ന റിവാർഡാണ് റെന്റ്. ഇയാൾക്ക് എന്ത് കിട്ടും? റെന്റ് കിട്ടും. അതേപോലെ തന്നെ ലേബർ ഉണ്ട്. ലേബറെ സംബന്ധിച്ചിടത്തോളം വേജ് കിട്ടും. ലേബർക്ക് എന്ത് കിട്ടും? വേജ് കിട്ടും. ലാൻഡ് ലോഡിന് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു, റെന്റ് കിട്ടും. ലേബർക്ക് വേജ് കിട്ടും. ക്യാപിറ്റൽ ഓണർക്ക് ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടും. ഓർഗനൈസർക്ക് പ്രോഫിറ്റ് കിട്ടും. Simply we can say the process of production means transformation of input into output. These inputs can be classified into primary input and secondary input. Primary inputs are land, labor, capital and organization. The land, labor, capital, organization, they are work or they are engaged in production process for a return for the monetary benefit, that is
the rent for landlord, wage for labor, interest for capital owner or capitalist, and profit for the organizer. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, if we add this rent, wage, interest and profit, that is what is known as total household income. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ വിളിക്കാം, ഇത് ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകം ആണ്. ഒരു വീട്ടിലെ മൊത്തം വരുമാനമല്ലേ ഇത്. ഒരു വീട്ടിൽ 4 പേരുണ്ടെന്ന് ഇരിക്കട്ടെ, ആ 4 പേരിൽ ഒരാള് നമ്മൾ പറഞ്ഞു വെച്ചു സ്ഥലമുള്ള ആള്, രണ്ടാമത്തെ ആള് ജോലി ചെയ്യാൻ തയ്യാറുള്ള ലേബറാണ്, മൂന്നാമത്തെ ആള് ഇൻട്രസ്റ്റ് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓൺ ചെയ്തിരിക്കുന്ന ഒരാളാണ്, നല്ല കാശുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഡെഫിനിഷൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. തൽക്കാലം കാശുള്ള ഒരാളാണെന്ന് മാത്രം തൽക്കാലം ചിന്തിച്ചാൽ മതി. കാരണം ക്യാപിറ്റലിന്റെ അകത്ത് കാശ് മാത്രമല്ല, ബിൽഡിംഗ് ക്യാപിറ്റലാണ്, വാഹനങ്ങൾ ക്യാപിറ്റലാണ്, ഫർണിച്ചർ ക്യാപിറ്റലായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കാം. പോട്ടെ. അപ്പൊ എന്തായാലും ക്യാപിറ്റൽ ഓണർ ഉണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ പവർ ഉള്ള ഒരു കക്ഷിയുണ്ട്. ഈ 4 പേർക്കും കൂടെ കിട്ടുന്ന മൊത്തം വരുമാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോക്കൂ, ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് പറയാം. ആ വീട്ടിലെ മൊത്തം ഇൻകം ആണെന്ന് പറയാം. അതേപോലെ തന്നെ ദേശീയ വരുമാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ റെന്റും വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും എല്ലാം കൂട്ടിയാൽ കിട്ടുന്ന ഒന്ന് ഉണ്ട്. ആ രാജ്യത്തെ മൊത്തം ആളുകളുടെ വരുമാനം, മൊത്തം ലേബേഴ്സിന് കിട്ടിയിട്ടുള്ള വേജ് കൂട്ടിയാൽ, മൊത്തം ക്യാപിറ്റലിസ്റ്റിന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കൂട്ടിയാൽ, മൊത്തം ലാൻഡ് ലോഡിന് കിട്ടിയിട്ടുള്ള റെന്റ് കൂട്ടിയാൽ, അതേപോലെ തന്നെ മൊത്തം ഓർഗനൈസർമാർക്കും കിട്ടിയിട്ടുള്ള ആകെ മൊത്തം ഓർഗനൈസർക്ക് കിട്ടിയിട്ടുള്ള എന്തും കൂടെ കൂട്ടിയാൽ പ്രോഫിറ്റ്, ഇതെല്ലാം കൂടെ ആകെ മൊത്തം കൂട്ടിയാൽ നമുക്ക് വിളിക്കാം ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് നാഷണൽ ഇൻകം. അപ്പൊ നമുക്ക് നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ ഈ കൂടെ തന്നെ പഠിച്ചു വെക്കണം. വാട്ട് യു മീൻ ദ നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ മണി വാല്യൂ ഓഫ്, നമ്മൾ പണത്തിന്റെ മൂല്യത്തിലാണ് കാണുന്നത്, പണമാക്കിയിട്ടാണ് കാണുന്നത്. ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും. ഫൈനൽ ഗുഡ് എന്ന് പറയുന്ന സമയത്ത് നോക്കൂ, ഇതിപ്പം കുറച്ച് പേപ്പറുകളാണ്. ഈ പേപ്പർ ഒരു ബുക്കാക്കി മാറ്റുകയാണെന്നിരിക്കട്ടെ. ഈ പേപ്പറിനെ നമ്മൾ ബുക്കാക്കി കൺവേർട്ട് ചെയ്യാണ്. ഇത് റോ മെറ്റീരിയൽ, ഇതൊരു ഫൈനൽ ഗുഡ് എന്നിരിക്കട്ടെ. ഈ പേപ്പറിനെ ബുക്കാക്കി മാറ്റുമ്പോൾ ഇതാണല്ലോ ഇതിന്റെ ഫൈനൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്. ഇങ്ങനെ ഫിനിഷ്ഡ് ഗുഡാക്കി ഫൈനൽ ഗുഡാക്കി മാറ്റിയ സാധനങ്ങളുടെ വിലയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കൂട്ടുമ്പം കൂട്ടുക. അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് ഇത് ഈ പുസ്തകത്തിന്റെ വിലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഈ പുസ്തകത്തിന്റെ അകത്ത് ഇതിന്റെ റോ മെറ്റീരിയൽ ഉണ്ട്, ഇത് ജോലി ചെയ്ത ആരുടെയോ കൂലിയുണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ലാഭം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലാഭമുണ്ട്, അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻഡസ്ട്രി പ്രവർത്തിച്ചിട്ടുണ്ടാവും. ആ പ്രവർത്തിച്ച ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ലേബറിന് കിട്ടിയ വേജും റെന്റും ഇൻട്രസ്റ്റ് പ്രോഫിറ്റും ഒക്കെ ഇതിന്റെ അകത്ത് ഇൻഹറന്റ് ആണ്. അങ്ങനെ മൊത്തം ഈ പുസ്തകത്തിന് 100 രൂപയാണെങ്കിൽ നമുക്ക് പറയാം ഈ പ്രോഡക്റ്റ് 100 രൂപയുടെ ഒരു ഉൽപ്പന്നമാണ്. 100 രൂപയുടെ ഒരു ഉൽപ്പന്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ മനസ്സിൽ വരണം 100 രൂപ ആർക്കൊക്കെയോ ഇൻകമായി പോയിട്ടുണ്ട്. 100 രൂപയുടെ ഒരു ഉൽപ്പന്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മനസ്സ് പറയണം 100 രൂപ ആർക്കൊക്കെയോ വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വില എത്രയാണെന്ന് ചോദിച്ചു വില പറയുമ്പോൾ അന്നേരം നമ്മൾ മനസ്സിലായിക്കോ വേജും റെന്റും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു തുകയാണ് ആര് പറയാ, ആ സാധനത്തിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആയിട്ട് പറയാ. ഓക്കെ ലിമിറ്റ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചു. എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിന്റെ അകത്ത്, ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ശ്രദ്ധിക്കണേ, സാധനങ്ങളുണ്ട് സേവനങ്ങളുണ്ട്, ങ്ങളുടെയും അന്തിമമായ ഉൽപ്പന്നങ്ങളുടെ വിലയാണ് എന്ത്, പണമൂല്യമാണ് എന്ത്, ദേശീയ വരുമാനം. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, അതത് സാമ്പത്തിക വർഷത്തിലേ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുകയുള്ളൂ. നോക്കൂ, ഇൻ ഇന്ത്യ ദ ഫിനാൻഷ്യൽ ഇയർ, അതിനെ വിളിക്കുക സാമ്പത്തിക വർഷത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പൊ അതത് ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ ദേശീയ വരുമാനം കണക്കാക്കുക. എന്താണ് ദേശീയ വരുമാനം? ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ ഇൻക്ലൂഡിംഗ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതും കൂടെ അതിന്റെ കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. തൽക്കാലം അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല, നിങ്ങൾ ഇങ്ങനെയെങ്കിലും ചർച്ച ചെയ്ത് നോക്കൂ. ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ
19-20 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെയുള്ള ആണ് ഒരു സാമ്പത്തിക വർഷം. ഏപ്രിൽ 1 to മാർച്ച് 31. അപ്പം ഇന്ത്യയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഇപ്പൊ നടപ്പ് സാമ്പത്തിക വർഷമാണ്, തൊട്ട് മുൻപത്തെ സാമ്പത്തിക വർഷത്തില് ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ മൂല്യം, പണമൂല്യം, അതാണ് എന്ത് നമ്മൾ പറയുന്നത് നാഷണൽ ഇൻകം. അപ്പം ദേശീയ വരുമാനത്തിന്റെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെച്ചു. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ വരുമാനം എങ്ങനെയൊക്കെ കണക്കാക്കാൻ പറ്റും. അപ്പൊ ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ഇവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട് ആണ് പ്രൊഡക്ഷൻ അല്ലെ ഉൽപാദനം. നമുക്കറിയാം ഇങ്ങനെ ഒരു വസ്തു ഉണ്ടാക്കുന്ന സമയത്ത് എന്താ നോക്കൂ, പ്രൊഡക്ഷൻ, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാധനത്തിന് വിലയുണ്ട്. ആ വില എങ്ങനെയാ വന്നത്? ആളുകൾക്ക് കൊടുത്ത കൂലിയല്ലേ. പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഇൻകം. സിംപ്ലി വി ക്യാൻ സേ പ്രൊഡക്ഷൻ ജനറേറ്റ് ഓർ ക്രിയേറ്റ് ഓർ ലീഡ്സ് ടു ഇൻകം. പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഇൻകം. ആ ഉൽപാദനം വരുമാനത്തിലേക്ക് വഴിതെളിക്കുന്നു. വരുമാനം ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അയാളുടെ മനസ്സിൽ തോന്നല് ഇതെന്തൊക്കെ ചെലവാക്കാം. ഒരു 10,000 രൂപ കീശയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഇയാൾ ഇങ്ങനെ ആലോചിക്കും, 10,000 രൂപ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഇൻകം, ഇൻകം ജനറേറ്റ് എക്സ്പെൻഡിച്ചർ ഓർ പ്രൊമോട്ട് എക്സ്പെൻഡിച്ചർ. അത് പ്രൊഡക്ഷനിലൂടെ കിട്ടുന്ന ഇൻകത്തെ ആളുകൾ എന്ത് ചെയ്യും, അതെങ്ങനെ ചെലവഴിക്കാം എന്ന് ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് എന്തിലേക്ക് വഴിതെളിക്കും? എക്സ്പെൻഡിച്ചറിലേക്ക് വഴിതെളിക്കും. ദിസ് എക്സ്പെൻഡിച്ചർ വിൽ പ്രൊമോട്ട് നെക്സ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്. എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ആളുകൾ എക്സ്പെൻഡിച്ചർ നടത്തും, പർച്ചേസ് ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഇൻകം, ഇൻകം ജനറേറ്റ് എക്സ്പെൻഡിച്ചർ, ദിസ് എക്സ്പെൻഡിച്ചർ വിൽ പ്രൊമോട്ട് പ്രൊഡക്ഷൻ. സോ ഇറ്റ് ഈസ് എ സൈക്ലിക്കൽ പ്രോസസ്. സോ സിംപ്ലി വി ക്യാൻ സേ പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു, നോക്കൂ, പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. ഓക്കെ, സിംപ്ലി ഇൻ എ ക്ലോസ്ഡ് ഇക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ക്ലോസ്ഡ് ഇക്കോണമി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ തൽക്കാലം കണ്ടെടുക്കുകയാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ മറ്റു രാജ്യങ്ങളായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്തൊരു ഇക്കോണമി ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്ത് അവിടെ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദനം ഓർ പ്രൊഡക്ഷൻ ഓർ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഇൻകം ഈസ് ഈക്വൽ ടു ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ. സോ സിംപ്ലി ഇവിടെ നമുക്ക് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ദേശീയ വരുമാനം കണക്കാക്കാൻ എത്ര മെത്തേഡ് ഉണ്ട് എന്ന് ചോദിച്ചാൽ there are 3 important methods. They are production method, income method and expenditure method. There are 3 important methods for measuring national income. They are production method, income method and expenditure method. Okay. ഇനി നമുക്ക് നോക്കട്ടെ, നമ്മളിപ്പം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, we have discussed about national income. The national income means the total money value of all final goods and services produced within the domestic territory of a country in an accounting year. First of all, we discussed about the production. All of you know that the production means transformation of inputs into outputs. Transformation of inputs into outputs. And first of all, we have classified the concept of inputs. All of you know that the term inputs means primary inputs plus secondary inputs. The 4 important primary inputs are land, labor, capital and organization. Land, labor, capital and organization. They have their own returns or reward. The reward, that is the rent plus wage plus interest plus profit, that is what is known as total household income. As the same manner, it is also the income of all these groups in an economy, in a country. It is known as national income. Clear? Then there are 3 important methods for measuring national income. They are production, income and expenditure. Because production, we have already discussed, that is production creates income. That is income means rent, wage, interest, profit. This income is equal to expenditure. So simply we can say production is equal to income is equal to expenditure. So production is equal to income is equal to expenditure. Okay. അങ്ങനെയാണെങ്കിൽ there are 3 important methods for measuring national income. That is income method, product method, income method and expenditure. ഉൽപാദന രീതി, വരുമാന രീതി, അതുപോലെ തന്നെ ചിലവ്. ഇങ്ങനെയുള്ള 3 രീതിയിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ചർച്ച ചെയ്യാം. ഒരു രാജ്യത്തെ ആകെ ജനങ്ങളുടെ എണ്ണം
ആകെ ജനങ്ങളുടെ എണ്ണവും ആകെ ദേശീയ വരുമാനവും കൂടെ കിട്ടിയാൽ നമുക്ക് ആളോഹരി വരുമാനം ഓർ പെർ ക്യാപിറ്റ ഇൻകം കാണാം. പെർ ക്യാപിറ്റ തല എണ്ണിയുള്ള പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് എത്രയുണ്ടെന്ന് നോക്കിയിട്ട്. അതായത് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയില് 100 കോടി ജനങ്ങളും 100 കോടി രൂപയുമാണ് ദേശീയ വരുമാനം. അങ്ങനെയുള്ള ഒരു സമയത്ത് ഓരോ ആൾക്കും ഓരോ രൂപയാണ് ആളോഹരി വരുമാനം എന്ന് പറയാം. അപ്പൊ എന്താണ് ആളോഹരി വരുമാനം? പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇറ്റ്സ് നത്തിങ് ബട്ട് നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നാഷണൽ ഇൻകം. What do you mean the term per capita income? പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ് per capita income. The term per capita income means national income divided by population. Total population. Okay. എന്താണ് per capita income എന്ന് പറഞ്ഞാല് ആകെ ജനസംഖ്യ എന്തിനെ ഹരിക്കുന്നു? ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് പെർ ക്യാപിറ്റ ഇൻകം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നാഷണൽ ഇൻകം, ഒരു വീട്ടില് വരുമാനം ഉണ്ടായി കഴിഞ്ഞതിനെ ഹൗസ് ഹോൾഡ് ഇൻകം എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ദേശത്തുണ്ടാകുന്ന രാജ്യത്തുണ്ടാകുന്ന മൊത്തം വരുമാനത്തെ ദേശീയ വരുമാനം എന്ന് വിളിക്കാം. ഈ ദേശീയ വരുമാനത്തെ പ്രധാനമായിട്ട് 3 രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ്, 2 ഇൻകം മെത്തേഡ്, 3 എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത് വെച്ചു ഇൻകം. ഈ 3 മെത്തേഡിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റും കൂടെ പഠിച്ചു വെക്കുക, പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം മീൻസ് ആളോഹരി വരുമാനം. It's calculated by dividing the national income by population. Clear? Okay, thank you.